നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. SFIO അന്വേഷണ സംഘം KSIDCയിൽ തലസ്ഥാനത്ത് ഇന്ന് രാവിലെയാണ് SFIO ഉദ്യോഗസ്ഥരെത്തിയത്. അതിശക്തമായ റെയ്ഡുകളും ചോദ്യം ചെയ്യലുകളും KSIDCയിൽ തുടങ്ങി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മിന്നൽ വേഗതയിലാണ് SFIO തങ്ങളുടെ അന്വേഷണവുമായി മുന്നോട്ട് കുതിക്കുന്നത്. ആദ്യം കൊച്ചിയിലെ ആലുവയിലുള്ള CMRL ഓഫീസ്, തുടർച്ചയായി 2 ദിവസമാണ് അവിടെ റെയ്ഡുകൾ നടത്തിയത് SFIO. അതിനുശേഷം ബംഗളൂരുവിലേക്ക് SFIO ഉദ്യോഗസ്ഥർ ഇന്നലെ മടങ്ങി എന്ന പ്രതീതിയായിരുന്നു പൊതുവെ മാധ്യമലോകത്തിന് ലഭിച്ചത്. അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ KSIDCയിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്ന SFIO അന്വേഷണ ഉദ്യോഗസ്ഥർ. കൂടുതൽ SFIO ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നു. SFIOയ്ക്ക് ചില നിർണായക തെളിവുകൾ CMRL ഓഫീസിൽ നിന്ന് ലഭിച്ചു എന്നത് തന്നെയാണ് ഈ കേസിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നതും. പാർട്ടികൾക്കും വ്യക്തികൾക്കുമൊക്കെ നൽകിയ പണത്തിൻ്റെ കണക്കുകൾ SFIOയ്ക്ക് കൃത്യമായി ലഭിച്ചു. പണമായി നൽകിയത് സെബി നിയമലംഘനമാണ്. അതുകൊണ്ട് തന്നെ കടുത്ത നിയമ നടപടികൾ പ്രതികൾക്ക് നേരെയുണ്ടാകും എന്ന് സൂചനകൾ പുറത്തു വരുന്നു. പല സാമ്പത്തിക ഇടപാടുകളും നടന്നത് ചട്ടവിരുദ്ധമായി എന്ന സൂചനകളാണ് SFIO മാധ്യമങ്ങൾക്ക് നൽകുന്നത്. സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും കറൻസിയായി പണം നൽകിയിരിക്കുന്നു. ഇതിന്റെ തെളിവുകൾ SFIO ശേഖരിച്ചു കഴിഞ്ഞു. കോർപ്പറേറ്റ് അഴിമതികൾ അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഏറ്റവും ശക്തമായ അന്വേഷണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. CMRL വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കും മറ്റുള്ളവർക്കുമായി കൈമാറിയത് 135 കോടി. 2023 സാമ്പത്തിക വർഷത്തിൽ CMRLന്റെ അറ്റാദായം 70 കോടിയിൽ പരം മാത്രം. പിന്നെങ്ങനെയാണ് 135 കോടി രൂപ CMRL അനധികൃതമായി വ്യക്തികൾക്ക് കൈമാറിയത്? ഷെൽ കമ്പനികളുടെ മറവിൽ കൂടുതൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന് SFIO കണക്കുകൂട്ടുന്നു. സാധാരണഗതിയിൽ സാവധാനമാണ് SFIO അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ SFIOയ്ക്ക് ഈ അന്വേഷണ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കൊച്ചിയിൽ കുതിച്ചെത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഇതാ തലസ്ഥാനത്തെത്തിയിരിക്കുന്നു. എക്സാലോജിക്കിൻ്റെ ഔദ്യോഗിക മേൽവിലാസമായി നൽകിയത് AKG സെൻറ്ററിൻ്റെ അഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ AKG സെൻറ്റർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു SFIO ഉദ്യോഗസ്ഥർക്ക്. ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യും എന്ന വാർത്തകളും പുറത്തു വരുന്നു. 2 റെയ്ഡുകളിലും പരിശോധനകളിലും കിട്ടിയ നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിലാവും ഇനി വീണ വിജയനെ ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണയ്ക്ക് കൈമാറാനുള്ള നോട്ടീസ് പോലും SFIO ഓഫീസിൽ റെഡി എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അന്വേഷണ പരിധിയായി നൽകിയിരിക്കുന്നത് 8 മാസത്തെ കാലാവധി. എങ്കിലും SFIO മാസങ്ങൾക്കുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കും എന്ന് ജനങ്ങളിൽ പ്രതീതി ഉണർത്തുന്ന വിധമാണ് ഇപ്പോൾ തങ്ങളുടെ അന്വേഷണവുമായി മുന്നോട്ട് കുതിക്കുന്നത്. മിന്നൽ വേഗതയിലാണ് CMRL ഓഫീസിലെ പരിശോധനകൾക്ക് ശേഷം ഇപ്പോൾ KSIDCയിൽ എത്തിയിരിക്കുന്നത് SFIO. 2019 ആദായ നികുതി വകുപ്പ് CMRL ഓഫീസിൽ പരിശോധന നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. അതിൻ്റെ അനുബന്ധ രേഖകളും തെളിവുകളുമൊക്കെ ശേഖരിക്കുകയായിരുന്നു SFIOയുടെ പ്രാഥമിക ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ കടുത്ത ആരോപണങ്ങൾ നേരിടുന്ന വീണ വിജയനെതിരെ ചില സുപ്രധാന തെളിവുകൾ SFIOയ്ക്ക് ലഭിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു ഡയറിയും ആദായ നികുതി വകുപ്പിന് 2019 ലഭിച്ചിരുന്നു. ഈ ഡയറിയിലെ കണക്കുകളെക്കുറിച്ച് CMRL ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യുകയുണ്ടായി SFIO. നിർണായക വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചത്. അറസ്റ്റിനുള്ള അധികാരം കൈയാളുന്ന SFIO കൂടുതൽ ശക്തമായ ഒരു അന്വേഷണ ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ അവരെ ഭയക്കും ഏതുദ്യോഗസ്ഥരും CMRLൻ്റെ. മണിമണി പോലെ CMRL ഉദ്യോഗസ്ഥർ SFIOയ്ക്ക് നൽകിയ ആ വിശദീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ തലസ്ഥാനത്തേക്ക് അന്വേഷണ സംഘം കുതിക്കാനുള്ള കാരണവും. അതിശക്തമായ നീക്കങ്ങൾ SFIO നടത്തുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ ഈ അന്വേഷണ പുരോഗതി. മാസപ്പടി ആരോപണത്തിൽ SFIO അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയതും പിന്നീട് കോടതിയെ സമീപിച്ചതുമൊക്കെ ഷോൺ ജോർജ് എന്ന കേരള കോൺഗ്രസ് നേതാവ്. ഷോൺ ജോർജ് നൽകിയ പരാതിയിലാണ് SFIO അന്വേഷണം ഉടനടി പ്രഖ്യാപിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഉത്തരവിറക്കിയത്. അതിശക്തമായ നീക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോഴത്തെ SFIOയുടെ ഈ നീക്കങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.